ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട്, ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരിക. എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് മെസ്സേജസ് വരണേന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ജെമിനായി, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് വരണേന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഇപ്പോൾ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഉള്ളത്? കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് 9 of Wands, ഡെത്ത് എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് 8 of Cups. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കറണ്ട് സിറ്റുവേഷനിൽ ഒരു പേടിയാണ് ആക്ച്വലി. ഓക്കെ, ഇവിടെ ഒരു മനസ്സിൽ നിങ്ങൾ രണ്ടാളുടെയും ഭാഗത്തിൽ ഇല്ലച്ചോ ഒരു പേഴ്സൺ ഇവിടെ മുമ്പോട്ട് പോകാനുള്ള പേടി. ഓക്കെ, എന്താ വെച്ചാൽ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, ചില ഫെയിൽഡ് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു മുമ്പോട്ട് പോകാനുള്ള പേടി. ഗിവ് അപ്പ് ചെയ്യണം എന്നില്ല, പക്ഷേ മുമ്പോട്ട് പോകാനും പറ്റില്ല. കുറേ ഒരു ഡിഫെൻസീവ് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം ഈ സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റം, ഒരു വലിയ ചേഞ്ച്, എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും ഹാപ്പി അല്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിലും കംപ്ലീറ്റ്ലി കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് വേണം എന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യണ്ടതെന്ന് ആ ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ രണ്ടാളുടെയും എനർജിയിൽ. അപ്പോൾ എന്താണ് ഇവിടെ കറണ്ട് സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചില എക്സ്ട്രാ കാർഡ്സ് എടുക്കാം. ഇവിടെ മൂൺ എനർജി ഉണ്ട്. അപ്പോൾ കുറേ ഫിയർ ഉണ്ട്. ഓക്കെ, അതും 9 of Wandsൻ്റെ താഴെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ഫിയർ ഉണ്ട്, കുറേ എങ്സൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റിൻ്റെ എക്സ്പീരിയൻസസ് ആണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യണത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. എന്താ വെച്ചാൽ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ചില ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, വേറെ ആൾക്കാരുടെ കൂടെ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൊരു പേടി. അത് ഇതും വർക്കൗട്ട് ആവുമോ, ഇങ്ങനെ ഞാൻ പറഞ്ഞ ഇതും മുമ്പത്തെ റിലേഷൻഷിപ്പ് മാതിരി തന്നെ ഒരു ഫെയിൽഡ് റിലേഷൻഷിപ്പ് ആവുമോ, അങ്ങനത്തെ കുറേ പേടിയുണ്ട്. ഈ പേഴ്സണെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഡെത്ത് എനർജി ഇവിടെ കാണുന്നത് 8 of Pentacles, ഈ 8 of Cups ഇവിടെ ഹൈറോഫാന്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ലൈഫിലും ഈ റിലേഷൻഷിപ്പിലൊക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേറെ കാര്യങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യണത്. കൂടുതൽ കരിയറിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് അത്ര ഫോക്കസ് ചെയ്യണം എന്നില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പേടിയുണ്ട് മനസ്സിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ഉത്തരമില്ല, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സിറ്റുവേഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ നോക്കണു. ഹാപ്പി അല്ല നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഹൈറോഫാന്റ് ഇവിടെ ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് ചിലവർക്ക് ഇത് ഒരു മാരിഡ് സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടാളും മാരിഡ് ആണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ രണ്ടാളും ഒരു ഹാപ്പി അല്ലാത്ത എനർജിയിലാണ് ഇപ്പോൾ.
അതല്ല വെച്ചാൽ നിങ്ങൾ സിംഗിളാണ്, അങ്ങനെ സിംഗിൾ ആണ്, ഈ റിലേഷൻഷിപ്പ് ഇത് വേറെ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ആയിട്ടില്ല വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടിരിക്കണോ. എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾക്ക് നോക്കാം, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിലുണ്ടായത്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റ് എനർജിയിലും 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. ഒരു റിജക്ഷൻ്റെ എനർജി, ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കണോ, അത് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ? എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്റ്റേജ് ആയിരിക്കണോ, ഇതിൽ ലോങ് ടേം എന്തായിരിക്കും ഫ്യൂച്ചർ? അപ്പോൾ ആ സ്റ്റേറ്റിൽ നിങ്ങൾ പാസ്റ്റിൽ തന്നെ എത്തിയിരിക്കണോ? എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തില്ല വെച്ചാൽ പിന്നെ ഫ്യൂച്ചറിലും പ്രോബ്ലം ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഞാൻ കാണുന്നത് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. ഒരു ഈ ബാഗേജ്, ഈ സിറ്റുവേഷനിൽ കുറേ പ്രഷർ ഉണ്ടാവുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടിട്ട് ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള എനർജിയിലായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ്? 9 ഓഫ് കപ്സ്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, അവരുടെ വിഷാണ് അത് ഈ സിറ്റുവേഷനിൽ എല്ലാം ശരിയാവണം എന്ന്. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഹീലിംഗ് വേണം. ഓക്കെ, അവർക്ക് ഈ സിറ്റുവേഷനിൽ അവർക്കറിയാം ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അവർ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് കിട്ടണേ ഇവിടെ മെസ്സേജ്. നൈറ്റ് ഓഫ് സോഡ്സ്, അവർക്ക് ഇൻഫാക്റ്റ് ഇതിൽ വേഗം ഒരു തീരുമാനം എടുക്കണം എന്നുണ്ട്, കുറച്ചൊരു ഇമ്പൾസീവ് എനർജി കാണാണ്ട്, പക്ഷെ അവർക്കിപ്പോൾ അത്ര കൂടുതൽ വെയിറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. സെവൻ ഓഫ് സോഡ്സ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തിലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. അവരോട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ആദ്യം ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നാണ് നിങ്ങളുടെ എനർജിയിൽ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എവിടെയോ നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഒരു സെൽഫ് സാബോട്ടാജ് എനർജിയാണ് കാണുന്നത്. അതല്ല വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൺ നിങ്ങളോട് പറയണതൊക്കെ ശരിയാണോ എന്ന്. ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരു എനർജി ഇവിടെ കാണാണ്ട്. നിങ്ങൾക്ക് അതിൽ ഹീൽ ചെയ്യണം എന്നുണ്ട്, നിങ്ങൾക്കും ഹീലിംഗ് എനർജീസ് ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു വിഷ് ഉണ്ട് അത് ഇത് ശരിയാവണം എന്ന്, പക്ഷേ ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്? ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ചാലഞ്ച് ഹീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ രണ്ടാൾക്കും കുറച്ചൊരു സെപ്പറേറ്റ് ആയിട്ട് ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങളുടെ രണ്ടാളുടെയും പാസ്റ്റിൽ എന്താ ഉണ്ടായതെന്ന് അറിയില്ല, എല്ലാവർക്കും വേറെ മാതിരിയായിരുന്നു. പറഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അത് പറയാൻ ഡിഫിക്കൾട്ടാണ്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാരണമാണ് ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യണേ. അതുകൊണ്ട് ആ കാര്യങ്ങൾ, ആ സിറ്റുവേഷൻസിനൊക്കെ ആദ്യം അതിന് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഹീലിംഗ് ഉണ്ടായാലേ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഇപ്പോഴത്തെ പേടി, ഇപ്പോഴത്തെ ഈ ഹെസിറ്റേഷനൊക്കെ ഉണ്ടാവുന്നത് ആ പാസ്റ്റിൻ്റെ സിറ്റുവേഷൻസിൻ്റെ കാരണമാണ്. കുറച്ചുകൂടിയും ഒരു കോൺഫിഡൻസ് പറഞ്ഞ ക്വീൻ ഓഫ് വാൻസ് ഇവിടെ കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ഫയർ സൈനുമാണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത എനർജിയും ഇവിടെ കാണാണ്ട്, ക്ലാരിറ്റിയും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ ഞാൻ കാണുന്നത് കുറേ പ്രാക്ടിക്കലായിട്ടാണ്. ഇത് നിങ്ങളുടെ എനർജി ആവാം, കിങ് ഓഫ് സോഡ്സ് നിങ്ങളുടെ എനർജി ആവാം. ഓക്കെ, പക്ഷേ മറ്റേ പേഴ്സൺ കുറേ പാഷൻ ഉള്ള പേഴ്സണാണ്. അപ്പോൾ ഇവിടെ ചാലഞ്ച് അതുമായിരിക്കാം. നിങ്ങൾ രണ്ടാളുടെയും എനർജി ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ രണ്ടാളുടെയും നേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റിസ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു ബാലൻസ്, കാർമിക് ബാലൻസിൻ്റെ എനർജി, മാരേജിൻ്റെ എനർജി ഉണ്ട് ഇവിടെ.
അപ്പോൾ മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടിയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഇവിടെ മാരീഡ് ആയിരിക്കാം, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ചൊരു വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ആ സമയം ശരിയല്ല ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ രണ്ടാളും റെഡി അല്ല, ഇമോഷണലി ഹീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ റീകൺസിലിയേഷനിൽ കുറച്ചൊരു ഡിലേ ഉണ്ടാവണോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. അതെന്താ വെച്ചാൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം, ആ ക്ലാരിറ്റി വന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. പക്ഷേ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കാം. എന്താ വെച്ചാൽ ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ എന്താ ഉണ്ടാവുക എന്ന് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക് അതായിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ വെയിറ്റിംഗ് എനർജി ഓൾറെഡി മേ ബി നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരിക്കണോ. ഇപ്പോൾ ഇതിൽ എന്താണ് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസായിട്ട് വന്നിരിക്കണേ? അഡ്വൈസ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ യൂണിവേഴ്സും പറയണത് കുറച്ചൊരു സ്ട്രോങ് ബോൾഡ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും നിങ്ങൾക്ക്. എന്താണ് ഇവിടെ ഔട്ട്കം ഉള്ളത്? ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്ന 10 of Swords ആണ്. ഓക്കെ, അപ്പോൾ 10 of Swords ഒരു ബിട്രിയലുടെ എനർജിയാണ്, ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. പക്ഷേ ഈ എൻഡിങ് ഉണ്ടാവുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ് അല്ല, ഈ സ്റ്റാഗ്നൻറ്റ് ഫേസിൻ്റെ എൻഡിങ് ആണ്. അപ്പോൾ ഈ സ്റ്റാഗ്നൻറ്റ് ഫേസിന് നിങ്ങൾക്ക് രണ്ടാൾക്കും പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. അത് വരണത് ആ തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇത്രയും ഒരു ബർഡൻ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും ഈ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ആൻഡ് അതിൽ കുറച്ചൊരു ട്രസ്റ്റ് വെച്ചിട്ട് തന്നെ വേണം. എന്താ വെച്ചാൽ നമ്മൾക്ക് അറിയില്ല ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന്. പക്ഷേ ആ ട്രസ്റ്റ് ഉണ്ടായാലേ ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ. ആ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താ നിങ്ങളോട് പറയണേ, അതാണ് ഏറ്റവും പ്രധാനം. എന്താ വെച്ചാൽ അത് കേട്ടിട്ട് വേണം, ആ ട്രസ്റ്റ് വെച്ചിട്ട് വേണം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുക. ലൈഫിൽ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടില്ല. ചില കാര്യത്തിൽ നമ്മൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് തന്നെ എടുക്കേണ്ടി വരും. അതാരും നിങ്ങൾക്ക് ഒരു അസ്ട്രോളജർ ഇല്ല വെച്ചാൽ ടാരോ റീഡർ നിങ്ങൾക്ക് അത് നിങ്ങളോട് അത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ലൈഫാണ്, നമ്മൾക്ക് ഗൈഡൻസേ തരാൻ പറ്റുള്ളൂ. ടാരോ എപ്പോഴും ഗൈഡൻസ് തരും, പക്ഷേ ആക്ഷൻ നിങ്ങൾക്ക് തന്നെ എടുക്കണം. ആക്ഷൻ നമ്മൾക്ക് എന്താ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടതെന്നും നമ്മൾക്ക് അത് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എന്താ വെച്ചാൽ ഗൈഡ് ചെയ്യാം, പിന്നെ ആക്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ ഇവിടെ ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫർഗിവ് യുവർ പേരൻസ്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് ഉണ്ട്, അതിന്ന് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലവർക്ക് ഇത് ഈ പാസ്റ്റ് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ലവിൽ തന്നെ ഒരു ബിലീഫില്ല, റിലേഷൻഷിപ്സിൽ ബിലീഫില്ല, അങ്ങനത്തെ സ്റ്റേജ് വന്നിരിക്കണ അതിൻ്റെ കാരണമായിരിക്കാം. അപ്പോൾ പാസ്റ്റിൻ്റെ ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, അതിനൊക്കെ ഹീൽ ചെയ്യാൻ നോക്കുക. എന്താണ് ഇവിടെ വേറെ മെസ്സേജസ് വന്നിരിക്കണേ? ലിവിങ്ങിന് വന്നിട്ട് ലിവിങ് ഇൻ ദ മോമെൻറ്റിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും പറയണത് ഈ മോമെൻറ്റിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ അതിൽ ഫോക്കസ് ചെയ്യുക. പാസ്റ്റും ഫ്യൂച്ചർ വിട്ടിട്ട് വേണം. എന്താ വെച്ചാൽ നമ്മൾ കുറേയൊക്കെ ഇഷ്യൂസ് നമ്മളുടെ എന്താ വെച്ചാൽ നമ്മൾ പാസ്റ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. കറണ്ട് മൂമെൻറ്റിലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സമയം, ഈ നിമിഷം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് അതിലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ജഡ്ജ്മെൻറ്റ്, ഡോണ്ട് ബി ടു ക്വിക്ക് ടു കൗണ്ട് സമ്മൺ ഔട്ട്, ബി ഓപ്പൺ ആൻഡ് ഗിവ് ദം എ ഫെയർ ചാൻസ്. അപ്പോൾ യൂണിവേഴ്സും പറയണത് ഒരു ഫെയർ ചാൻസ് കൊടുക്കുക. നിങ്ങളുടെ പാസ്റ്റിൻ്റെ ഫിയേഴ്സിൻ്റെ കാരണം ജഡ്ജ്മെൻറ്റ് എടുക്കാൻ ധൃതി കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.